മാളികപ്പുറത്തിലെത്തുമ്പോ ആക്ച്വലി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുമെന്ന് കരുതിയിരുന്നില്ലേ? അതായത് ഇപ്പൊ ബ്രേക്കിന് ശേഷം മാളികപ്പുറത്തെത്തുമ്പോ ഇനി ഒരുപാട് സിനിമകൾ വരുമെന്ന് വിചാരിച്ചിരുന്നു. ടോപ്പ് ഹിറ്റ് പടം. അതെ അതെ, എല്ലാം ക്രൂ മെമ്പേഴ്സ് നോക്കുമ്പോ നമുക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, ബന്ധങ്ങൾ കിട്ടിയ ഒരു സിനിമ. പക്ഷെ എന്തോ സംതിങ് എവിടെയോ ഒരു മിസ്സിംഗ് ഉണ്ട്. ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ഒരു ക്യാരക്ടർ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നല്ലൊരു ക്യാരക്ടർ കിട്ടിയാൽ അസലായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും എന്നുള്ള. കാരണം അന്നൊന്നും നമ്മൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണില്ല. അവിടെ പോണു, അവരെന്തോ പറയണോ നമ്മൾ ചെയ്യണോന്നല്ലാതെ ഇപ്പോഴാണ് ഒരു ക്യാരക്ടർ കിട്ടിയാൽ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ അതിനനുസരിച്ച് ഒരു ബ്രേക്ക് എനിക്ക് വന്നിട്ടില്ല. അത് വരും എന്നുള്ളൊരു കാത്തിരിപ്പിലാണ് ഞാനിപ്പോ. ഈ ജയറാമേട്ടനെ കാണുമ്പോ ആദ്യമായിട്ട് കരിമീന് കഴിച്ച ഒരു അനുഭവം പറഞ്ഞിരുന്നു. അയ്യോ, ഭാഗ്യദേവതയുടെ സെറ്റ് അവിടെ ഞാൻ ഈ പറഞ്ഞ മാതിരി ജയറാമേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓടി ചെന്നിട്ട് പാർവതി ചേച്ചി എന്ത് ചെയ്യണു, മക്കൾ എന്ത് ചെയ്യണം, നമ്മളോട് നല്ല ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പേഴ്സണാണ്, നന്നായി സംസാരിക്കും. അപ്പോൾ അത് പിന്നെ പുള്ളി ഹൗസ് ബോട്ട് ഉണ്ടല്ലോ, അപ്പൊ ആലപ്പുഴ ഞങ്ങൾ ഷൂട്ട് ചെയ്യണ അവിടെ തന്നെയായിരുന്നു ജയറാമേട്ടന്റെ ഹൗസ് ബോട്ട്. ഞങ്ങളെല്ലാവരും ഒരു ദിവസം കൊണ്ടുപോയി, ആർട്ടിസ്റ്റുകളെയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു റൗണ്ട് ഇങ്ങനെ വന്നു. നമുക്ക് ഹൗസ് ബോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതൊന്നും കാണുന്ന പോലും ഇല്ല, ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. ഇഷ്ടം പോലെ ഭക്ഷണം, നമ്മൾ കഴിക്കാത്ത വെറൈറ്റി ഭക്ഷണം, കരിമീനൊക്കെ ആദ്യമായിട്ട് അതിങ്ങനെ കാണുക. നമുക്ക് അങ്ങനത്തെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പക്ഷെ എന്താണെന്നറിയോ, അവരൊക്കെ ആയിട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാന്ന് അറിയണ വലിയ സംഗതിയല്ലേ. കൂട്ടുകൂടാണ് അവരായിട്ട്, ഒരുപാട് സംസാരിക്കണോ, തമാശകൾ പറയണോ. പിന്നെ അന്ന് കാരവാനൊന്നും ഇല്ലല്ലോ, എല്ലാവരും ഈ ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഇന്നസെന്റൊക്കെ പറഞ്ഞ എന്താ നമ്മളെ കളിയാക്കലോ, നമ്മളൊരു ഞാൻ അധികം ഇങ്ങനെ ഇരിക്കുള്ളൂ സെറ്റില്, അപ്പൊ അതിനെ വരെ കളിയാക്കൂ. ഇപ്പൊ പാവം എല്ലാവരും അച്ഛനും അമ്മയായിട്ട് അധികവും ഇന്നസെന്റ് ഏട്ടനും ലളിത ചേച്ചിയും തന്നെയല്ലേ ചെയ്തിരിക്കണം. എത്രയോ ദിവസങ്ങൾ അവരായിട്ട് സ്പെൻഡ് ചെയ്തു. അതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ ഇന്നസെന്റ് ഏട്ടൻ എന്നൊക്കെ പറയണേ എത്ര സിനിമകളാ. ഇപ്പൊ എന്തായാലും ഞാനൊരു സീൻ കണ്ടേ, നമ്മളെ തൂവൽ സ്പർശത്തിലില്ലേ, ഞാൻ ബേബിയെ ഉറക്കാൻ പോവുകയാണ്, എന്നെ ആരും ശല്യം ചെയ്യരുത്. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല പാട്ട് പോയത്, ദുഃഖഭാരം ചുമക്കുന്നു, അങ്ങനത്തെ എത്ര സീൻ നമ്മള് കണ്ട് ആ ഒരു ഇമേജോട് കൂടി നമ്മള് ഏട്ടന്റെ അടുത്ത് എത്തണേ. നമ്മളോട് ഭയങ്കര, അതായത് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുകയെന്ന് അറിയില്ല, അതുപോലത്തെ നല്ല അനുഭവങ്ങളാട്ടോ. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ അഭിമാനമുണ്ട്, ഇത്രയും നമ്മള് സിനിമകൾ അവരുടെ കൂടെ ചെയ്തല്ലോ, അതിന്റെ ഒരു അഭിമാനമുണ്ട്. അതെ, ഇപ്പൊ ഒരു സിനിമാ നടിയാണോന്ന് ചോദിച്ചാലാണ്. അതെ, എന്നാൽ അങ്ങനെ ഒരു രീതിയിലല്ല നമ്മുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ. ഇതിന്റെ ഒരു മിസ്മാച്ചിങ് ഉണ്ട്. ആളുകളൊക്കെ സിനിമാ നടിയായിട്ട് കാണും, പക്ഷെ നമുക്ക് ചിലപ്പോ ചില സമയം ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. ഇതെങ്ങനെ, ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെ മഞ്ജു മാനേജ് ചെയ്യുമെന്നുള്ള? അത് ശരിക്കും ഭയങ്കര പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. രജനീഷ് ചേട്ടന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ചോദ്യം ചോദിച്ചു ഇപ്പോ. കാരണം ആദ്യമായിട്ടല്ല, ഇത് കൂടുതൽ കണക്റ്റഡ് ആണ്. കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാ. കാരണം ഈ പറഞ്ഞ പോലെ നമ്മള് സിനിമാ നടിയാണോന്ന് ചോദിച്ചാലാണ്, എന്നാൽ ശരിക്കും അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അതെന്താന്നറിയാം, ആൾക്കാർക്ക് ഞാൻ കുറ്റം പറയല്ല കേട്ടോ. ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇവര് വിചാരിക്കണ നമ്മള് ഭയങ്കര വെൽ സെറ്റിൽഡ് ആണെന്നാ. നമ്മൾ എന്നോ ചെയ്തു കഴിഞ്ഞ സിനിമകളാണ്, നമ്മളുടെ ജീവിത സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വേറെ തന്നെ ആയിരിക്കും. പക്ഷെ ഇവര് കാണുന്ന ഒരു രീതി അപ്പൊ നമ്മൾ ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വേറെ വല്ല ജോലിയിലും പോവാണെന്ന് വിചാരിക്കും, അവരുടെ വിചാരം ഇവർക്ക് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, നിങ്ങള് സിനിമാ നടിയല്ലേ, നിങ്ങൾ എന്തിനാ ശരിക്കും ജോലിക്ക് പോണേ, അങ്ങനെയാ. ഞാൻ അവരെ കുറ്റം പറയല്ല കേട്ടോ. പിന്നെ പുറത്തിറങ്ങുമ്പോ നമ്മള് ഫേസ് ചെയ്യണ കുറേ ചോദ്യങ്ങളുണ്ട്. ചിലവര് ചോദിക്കുന്ന രീതിയുണ്ട്, ഇപ്പൊ എങ്ങനെയാ, വർക്കൊന്നും ഇല്ലേ, അങ്ങനെ ചോദിക്കുമ്പോ നമുക്കൊരു സമാധാനം ഉണ്ട്, ഇല്ല ആവുന്നേ ഉള്ളൂ, വർക്കൊന്നും ഇല്ലേ, അങ്ങനെ ചോദിക്കും. രണ്ട് രീതിയിൽ ചോദിക്കാം. ഇങ്ങനെ കാണിച്ച് ചോദിക്കുമ്പോ നമുക്ക് നമ്മളുള്ള കോൺഫിഡൻസ് മുഴുവൻ പോകും. കാരണം ഇവരോട് ഇനി എന്ത് കാരണം നമ്മളെ കയ്യില് അതിനുള്ള സംഭവങ്ങളാവണേ ഉണ്ടാവുള്ളൂ. വരും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ. ഇപ്പൊ ഞാൻ കുറെ ആയിട്ട് ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താണ്ടെന്ന് അറിയില്ല, ഇപ്പൊ ഞാൻ അവരോട് കുറച്ചൊക്കെ ഇതായിട്ട് അപ്രോച്ച് വരും. അങ്ങനെ പറഞ്ഞിട്ട് ഒന്നും ആയിട്ടില്ല എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പൊ ഞാൻ തന്നെ ഒന്നും ഇല്ല, വരും, എനിക്കുള്ള സംഗതി എന്തായാലും ഒരു ദിവസം വരും. ഒന്നും ഇല്ലേ ചോദിക്കുമ്പോ വരും ചേച്ചി, അങ്ങനെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ.
ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാ അത്. ഓട്ടോയിൽ കയറുമ്പോ ഞാൻ ഇങ്ങനത്തെ ഓട്ടോയിലും ബസ്സിലും നമ്മളെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പുറത്ത് പോയിട്ട് അങ്ങനെ ചെയ്യുന്ന ആളാ. ഓരോ ഓഫീസുകളിൽ പോകാനുണ്ടാവും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പോണ സമയത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചില സമയത്തൊക്കെ മെന്റലി ഭയങ്കര, ഓട്ടോയിൽ കയറാൻ പറ്റില്ല, ബസ്സിൽ കയറാൻ പറ്റില്ല, കടകളിൽ പോകാൻ പറ്റില്ല, ഒരു സാധനം വാങ്ങുക മറ്റേ ഒന്നല്ലേ. ഇത് ഭയങ്കര ചോദ്യം. താങ്ക് യു കേട്ടാ ചോദ്യം ചോദിച്ചു. ഇനി ഒരു ചോദ്യം മഞ്ജുവിന്റെ മറുപടി കേൾക്കാൻ വേണ്ടി തന്നെ ഞാൻ ചോദിക്കാം. ശരിക്കും എന്ത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഇഷ്ടം? ആദ്യം വല്ലവരും വല്ല അവസരം തരണ്ടേ, എന്നാലേ നമുക്ക് നമ്മളെ കഴിവ് തെളിയിക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ ഒരു സ്പെഷ്യലി എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുഖം എല്ലാവരും കാണുമ്പോൾ ഒരു ദുഃഖപുത്രി ഇമേജ് ആണെന്ന് പറയാറുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഉള്ളിൽ എവിടെയോ ഒരു രജനീഷ് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ചിലവരൊക്കെ പറയാറുണ്ട് മഞ്ജു അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും ചിരിച്ചോണ്ടേയിരിക്കുന്ന ആളാ. ഞാൻ ആദ്യം സംസാരിക്കുമ്പോ ശ്രദ്ധിച്ചതും മഞ്ജുവിന്റെ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഒരു ചേച്ചി, നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുക? ചേച്ചി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കും പറയണേ. നീ എന്തിനാ, നിന്റെ ചിരി കേൾക്കാനല്ല ഞാൻ വിളിച്ചത്, എന്റെ ഇന്ന പ്രശ്നം പറയാനാ വിളിച്ചത്. അപ്പൊ അങ്ങനത്തെ, അപ്പൊ ഉള്ളിൽ എവിടെ ഒരു കോമഡി നിറഞ്ഞ എന്തെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, ഈ പൊട്ടത്തരും മണ്ടത്തരങ്ങളൊക്കെ പറ്റണ ക്യാരക്ടർ അങ്ങനത്തെ ഒന്ന് ചെയ്താൽ നോക്കിയാൽ കൊള്ളാം. അപ്പം അഭിനയിക്കണ്ടല്ലോ. അതെ, ജീവിച്ചാ മതി. അങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണേ. അല്ല, എനിക്ക് ഇതുണ്ട്, അതായത് നല്ല ലൈവായിട്ട് നിക്കണം, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളിൽ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അത് വരട്ടെ. അത് വരട്ടെ. ഇത് ഞാൻ പറയേണ്ട സെന്റൻസ് അല്ലേ നീ പറഞ്ഞത്? ഞാനും പറയാം, നമുക്ക് രണ്ടുപേർക്കും പറയാം. ശരിക്കും ഏറ്റവും കൂടുതൽ പ്രാവശ്യം കട്ട് ചെയ്ത് റോൾ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ഇതാണ്. നിങ്ങൾക്ക് അതിനുള്ള അവാർഡ് ഉണ്ട്. താങ്ക് യു. അല്ല, രജനീഷിന്റെ സാധാരണ ഇന്റർവ്യൂസ് അതൊന്ന് ശരിക്കും ഡിഫറെന്റ് ആണത്. ഒരു പുതിയൊരു തുടക്കാണ്, അതിന്റെ ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞില്ലേ. ഡിഫറൻസിന്റെ പ്രശ്നമല്ല. ഈ മറ്റേ ഇന്റർവ്യൂവിൽ എന്താ വെച്ചാൽ ഗുണം എന്താ വെച്ചാൽ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ ഇങ്ങനെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അവരുടെ ഐ കോണ്ടാക്ട് ഉൾപ്പെടെ കിട്ടുമ്പോൾ നമ്മൾ ഒരാളെ കേട്ടിരിക്കുന്നത് അയാൾക്കും തോന്നും, നമുക്ക് കേട്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വന്ന് വീഴും. ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് സ്കാറ്റേർഡ് ആയി പോകുമ്പോൾ, പിന്നെ പ്രത്യേകിച്ച് മഞ്ജുവിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, എല്ലാം മഞ്ജു പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ സ്റ്റൈൽ ഇല്ലല്ലോ നമുക്ക്, അല്ലേ? പക്ഷെ അത് എത്രത്തോളം നന്നായി വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, അതാണ് എനിക്ക്. അതേപോലെ മഞ്ജു ശരിക്കും സംയുക്തയെ കണ്ടിട്ടുള്ള ഒരു അനുഭവം പറയുമ്പോ ഭയങ്കര രസമായിട്ട് അത് വിഷ്വലൈസ് ചെയ്യുന്നത്, അതൊന്ന് പറഞ്ഞേ, ഇവരും കൂടെ കേൾക്കട്ടെ. സംയുക്ത ചേച്ചി, എനിക്ക് ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് മോസ്റ്റ് ഫേവറേറ്റ് ആക്ട്രസ് ആരാന്ന് ചോദിച്ചാൽ എന്നും എനിക്കൊരു ഉത്തരവുള്ളൂ, ഞാൻ മരിക്കോളം എനിക്കൊരു ഉത്തരവുള്ളൂ സംയുക്ത. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സംയുക്ത ചേച്ചി എന്നെ ഒന്ന് നോക്കണേ. കാരണം എനിക്ക് എന്താണെന്നറിയാം, ഉള്ളിലേക്ക് കയറി പോയത് പഠിക്കുന്ന സമയത്ത് എത്ര ചേച്ചിയുടെ ഫിലിം, മധുര നമ്പരക്കാറ്റ്, മഴ, അങ്ങനെ എല്ലാ, വീണ്ടും ചില വീട്ട് എല്ലാ ഫിലിംസും ഇഷ്ടമാണ്. പിന്നെ ചേച്ചിയുടെ ഒരു പേഴ്സണാലിറ്റി. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഊർമിള ചേച്ചിയുടെ കൂടെ ഒരു ഫിലിം ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല ചേച്ചി, സംയുക്ത ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് നേരിട്ട് ഒരു പ്രാവശ്യം കാണാൻ. അപ്പോഴേക്കും എനിക്ക് വിളിച്ചു തന്നു, ചിന്നു എൻ്റെ അടുത്ത് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടീൻ്റെ ഞാൻ കൊടുക്കാന്നിട്ട് സംസാരിച്ചു. എനിക്കാണെങ്കിൽ കിടക്കിടക്കിടെ വിറക്കുക, എന്താ പറയണ്ടേന്ന് അറിയണില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തപ്പോൾ ചേച്ചി ലൊക്കേഷനിൽ വന്നു. ശരിക്കും ഈ ദേവതമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരില്ലേ, മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ എന്താ ഒരു നമുക്കൊരു എന്താ പറയാ, ഒരു അത് കെട്ടിപ്പിടിക്കാൻ തോന്നില്ലേ. ചേച്ചി എന്തെങ്കിലും എന്ന് നേരിട്ട് കണ്ടിട്ട് ഒരുപാട് സംസാരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതെ, അന്ന് നേരിട്ടല്ലേ കണ്ടു, പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. അടുത്ത് പോയിട്ട് ഒരുപാട് വർത്തമാനം പറയാനൊന്നും പറ്റിയില്ല. പക്ഷെ എന്തെങ്കിലും അതിനൊരു അവസരം ദൈവം തരട്ടെ, തരും കിട്ടും. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായതാണ് മമ്മൂക്കയായിട്ട്. ഞാൻ ഈ ജയരാജ് സാറിന്റെ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ സിനിമയിൽ ഇതുപോലെ ഹീറോയിന്റെ അയൽപ്പക്കത്തുള്ള ഒരു കുട്ടിയായിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പൊ ഞാൻ അവിടെ ചെല്ലണോ, മമ്മൂക്കയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വിറക്കിയാണല്ലോ, കാരണം ആദ്യമായിട്ട് ഇങ്ങനെ കാണുക. അപ്പോൾ സാർ വരുന്നു, സീൻ പറഞ്ഞു തരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോൾ മമ്മൂക്ക ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള ആളെടുത്ത് മമ്മൂക്ക അവിടെ വന്നിട്ട് ചെയറിട്ടിട്ട് അവിടെ ഇരുന്നു. അതോടുകൂടി എന്റെ കോൺഫിഡൻസ്, കാരണം ഞാൻ ചെയ്യുന്ന തെറ്റിപ്പോവോ ഈശ്വര, തെറ്റിപ്പോവോ അതിൽ ഒരു ആവശ്യമില്ല. അവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കി എന്റെ അടുത്ത് വന്ന് നിന്നിട്ട്
മോളെ എന്താ ഇത് ഇങ്ങനെയല്ലേ, അപ്പൊ നീ ഒരു കാര്യം ചെയ്ത് ഇത് ഇങ്ങനെ പറഞ്ഞു നോക്കി ഡയലോഗ്, അപ്പൊ ഒന്നും കൂടി അതൊരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. ഞാൻ അവിടെ അയ്യടോ, കാരണം ആരാ നമുക്ക് പറഞ്ഞു തരുന്നത്, ഇത്രയും വലിയ ആളല്ലേ, നമ്മളതൊക്കെ സ്വപ്നം പോലും കണ്ടിട്ടില്ല. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ ഗ്യാങ്സ്റ്റർ എന്ന് പറഞ്ഞ ആഷിഖ് കപൂർ സാറിന്റെ മൂവിയിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അതും ഇതുപോലെ ഒരു കോമ്പിനേഷൻ സീനായിരുന്നു. വലിയ ആളാ, ചെറിയ ആളൊന്നുമല്ല, പാവാ, പക്ഷെ പാലക്കാട് കാര്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല രജനീഷ് ചേട്ടാ, ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ കുറെ മൂവീസ് കാണുമ്പോൾ ഈശ്വര ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്, കുറെ മൂവീസ് അങ്ങനെ, അതായത് പുറത്തധികം ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള കുറെ മൂവീസിന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അതിലൊക്കെ കാണുമ്പോഴാണ് ആ ശരി ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, ഓർമ്മ പോലും ഇല്ല, ഒക്കെ മറന്നുപോയി. ഇനി എല്ലാം ഇങ്ങനെ പൊടി തട്ടിയെടുക്കണം എനിക്ക്. അപ്പൊ ഇനി വീണ്ടും സജീവമാവും പോവാണ് കുട്ടി. തീർച്ചയായിട്ടും സജീവമാവട്ടെ, സജീവാവും, അതാണ് എന്റെ ഒരു ചെയ്യണം, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. അപ്പൊ സന്തോഷമായിട്ട് അളിയൻ സൂപ്പറായിട്ട് പോട്ടെ. താങ്ക് യു. ഇതെനിക്കൊരു പുതിയ തുടക്കമാവട്ടെ. അല്ല, എനിക്ക് ഒരുപാട് സന്തോഷം, സത്യസന്ധമായിട്ട് പറയാണ്, ഒരുപാട് സന്തോഷം രജനീഷന്റെ ഒരു ഇന്റർവ്യൂല് വരാൻ പറ്റിയാലും. ഇന്റർവ്യൂ അല്ല, നമ്മള് ജസ്റ്റ് ഫ്രണ്ട്സ് സംസാരിക്കണ എങ്ങനെയാണോ അതുപോലെ സംസാരിച്ചു. അങ്ങനെയൊന്നും ആയിട്ടില്ല, പക്ഷേ ക്യാമറയ്ക്ക് മുമ്പിൽ അല്ലാത്തപ്പോ ഭയങ്കര രസമായിട്ട് എന്റെ അടുത്ത് സംസാരിക്കുന്ന ഒരാളാ. ഇങ്ങനെയല്ല കേട്ടാ, നമ്മളെവിടെയും സംസാരിക്കാറ്, എന്റെ ചിരി കഴിഞ്ഞിട്ട് വേണ്ടി നമ്മള് സംസാരിക്കാൻ. അല്ല, രജനീഷ് ഏട്ടൻ തന്നെ എന്നോട് ചോദിച്ചിട്ട് നിനക്ക് ശരിക്കും വട്ടുണ്ടോന്ന്, നീ എന്തിനാ അങ്ങനെ, എവിടെയോ ഉണ്ട്, സത്യം എവിടെയോ ഒരു പിരി ലൂസായിട്ട് കിടക്കുന്നുണ്ട്, പക്ഷെ അത് നല്ലതല്ലേ, പിന്നെ അങ്ങനെയൊക്കെ വേണം. ചെറിയ വട്ടില്ലെങ്കിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു. അതെ, അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. പൊളിക്കടാ. ഓക്കെ അളിയ, താങ്ക് യു.